പലരും ഈ മോദിജിയെ ആക്ഷേപിക്കുകയും പലരും എന്തിനാണ് ഒരു രാജ്യം ഭരിക്കുന്ന ആക്ഷേപിക്കേണ്ട കാര്യം എന്താണ്? ഇവിടെ എന്തുകൊണ്ട് നിങ്ങളത് ചോദ്യം ചെയ്യുന്നില്ല? ഇവിടുത്തെ കോടതി എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല? ഒരു രാജ്യം ജനാധിപത്യം ആവശ്യത്തിന് ഇവിടുത്തെ ഭരണഘടന പൊളിച്ചെഴുതുക തന്നെ വേണം. ഭരണഘടനയ്ക്കകത്ത് ഒരുപാട് മാറ്റങ്ങൾ വരുത്തണം. ഒരു രാജ്യം ഭരിക്കുന്ന ഒരു പ്രധാനമന്ത്രി ഒരു ഹിന്ദു ആണെന്ന് കരുതി, ഒരു RSSകാരനാണെന്ന് കരുതി അയാളെ എന്തും പറയാം, അയാളെ എന്തും തേജോപതം ചെയ്യാം എന്നുള്ള ആ പ്രവണത എന്തുകൊണ്ട് ഇവിടുത്തെ കോടതി ഇടപെടുന്നില്ല ഇതിനകത്ത്? എന്തുകൊണ്ട് മോശമായ ഒരു പ്രധാനമന്ത്രിയെ മോശമായ കമന്റ് ഇടുമ്പോൾ ഇവിടെ എന്തുകൊണ്ട് അതിനൊരു നിയമം കൊണ്ടുവരുന്നില്ല? അവർ തക്കതായ ശിക്ഷ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? അവരെ എന്തുകൊണ്ട് ആണായാലും പെണ്ണായാലും എന്തെല്ലാം തെറ്റുകളാണ് ആ സാധു മനുഷ്യനെ വിളിക്കുന്നത്? ലോഹം വാഴ്ത്തുന്നതും ലോഹം അംഗീകരിക്കുന്നതുമായ ഒരു വലിയ മനുഷ്യനെ ഈ രാജ്യത്ത് കിടക്കുന്ന പുറം രാജ്യത്തും പോയി കിടന്നുകൊണ്ട് ഇവിടെ ഇതിനുള്ളിൽ നിന്നു ആക്ഷേപിക്കുകയും എന്തുമാത്രം അനാവശ്യങ്ങളാണ് പറയുന്നത്? എന്തുമാത്രം അനാവശ്യങ്ങളാണ് പറയുന്നത്? നമ്മളെ കേൾക്കാൻ തന്നെ പലരും പറഞ്ഞിട്ടുണ്ട്, നമുക്ക് കഴിവുണ്ടായ നമുക്കത് ചോദിക്കാൻ തിരിച്ചു കഴിവുള്ള നമ്മൾ ചോദിച്ചിട്ടുമുണ്ട്, ചോദിക്കാറുമുണ്ട്. ഞാൻ അതിന് ഏത് മറ്റവനായാലും ശരിയാണ് ചോദിക്കും. രാജ്യം ഭരിക്കുന്നത് ഏതൊരു വ്യക്തിയാക്കട്ടെ. ഇവിടെ ഇന്ദിരാഗാന്ധി ഭരിച്ചിരുന്നല്ലോ, നെഹ്റു ഭരിച്ചിരുന്നല്ലോ, അല്ലേ? ഇന്ന് യഥാർത്ഥത്തിൽ ഇന്ത്യ ഏതൊരു രാജ്യത്ത് നിന്നാൽ ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ ഒരു അഭിമാനമുണ്ട്. അവർ നമ്മളെ അഭിമാനത്തോടുകൂടി കാണുന്നു. എന്താണ് കാരണം? എന്തെല്ലാം നേട്ടങ്ങളും എന്തെല്ലാം നന്മകളുണ്ട്. ഇത് പറയുന്നത് എല്ലാവരും ചിലപ്പോൾ കുരുപൊട്ടും. ഞാനൊരു ശങ്കിയട, ഞാനൊരു ഭാരതീയനാണ്, ഞാനൊരു ഉത്തമനായ ഒരു അന്തസ്സും വീറും വൈരാഗം വീര്യമൊക്കെ ഉള്ള ശക്തനായ ഒരു ഹിന്ദുവാണ്. ഞാൻ ഭാരതീയനാണ്. എൻ്റെ രാജ്യം ഹിന്ദുസ്ഥാനാണ്. അതറിയോ? ഞാൻ ആ രാജ്യത്തെ സ്നേഹിക്കുന്നു. ആ രാജ്യം ഭരിക്കുന്നവൻ ആരായിക്കോട്ടെ, അത് ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആട്ടെ, ക്രിസ്ത്യൻ ആരായിക്കൊള്ളട്ടെ, അവരെ വാഴ്ത്തുകയും അവരെ ബഹുമാനിക്കുകയും ചെയ്യുന്ന എൻ്റെ കടമയാണ്. ഞാൻ അങ്ങനെ തന്നെ ചെയ്യും. അവരെ ഞാൻ പഴി പറയുകയും അവരെ തെമ്മാടിത്തരങ്ങൾ പറയുകയും ആവശ്യമില്ലാത്ത കാര്യം ഞാൻ ഇവിടുത്തെ ഭരണകർത്താക്കളോട് പറയുന്നുണ്ട്, ഇവിടുത്തെ കോടതിയോട് പറയുന്നു. ഇന്ത്യ ഭരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയെ ഒരു അനാവശ്യമായ ഈ മാതിരിയുള്ള അനാവശ്യമായ കമൻറ്റുകൾ പറയുകയും ഇടുകയും ചെയ്യുന്ന വ്യക്തികളെ നിങ്ങൾ സ്വമാധയെ നിങ്ങൾക്ക് കേസെടുക്കാം. അതറിയാം, ഹൈക്കോടതിക്ക് എടുക്കാം, സുപ്രീം കോടതി എല്ലാവർക്കും എടുക്കാം. എന്തുകൊണ്ട് നിങ്ങൾ എടുക്കുന്നില്ല? എന്തുകൊണ്ട് ഇതിനെയൊക്കെ തുറങ്കലടയ്ക്കുന്നില്ല? അദ്ദേഹം എന്താണ് ഇവിടെ തെറ്റ് ചെയ്തത്? നമ്മളെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അദ്ദേഹം അറ്റാക്ക് ചെയ്യാൻ വന്നോ? ഏതെങ്കിലും മതക്കാരെ ഇവിടെ ഉന്മൂലനം ചെയ്തോ? അല്ലെങ്കിൽ എന്തെങ്കിലും അദ്ദേഹം പിടിച്ചു പറിച്ചോ? വല്ലതും വാരി അദ്ദേഹം സമ്പാദിച്ചോ? അദ്ദേഹം രാജ്യത്തിൻ്റെ സുരക്ഷിതത്വമല്ലേ നോക്കിയത്? വരും കാലങ്ങളിൽ ഭാരതം എങ്ങനെ ആയിരിക്കണം, ഭാരതം എങ്ങനെ പോകണം എന്ന് സുരക്ഷിതത്വം വരുത്തുകയില്ലേ അദ്ദേഹം ചെയ്തത്? അദ്ദേഹത്തിന് വേണ്ടി ഈ മാതിരി തെമ്മാടിത്തരങ്ങൾ പറയുന്ന ഒരുത്തനെയും ഈ രാജ്യത്ത് വെച്ച് പൊറപ്പിക്കാൻ പാടില്ല. അവനെ തുറങ്കൽ അടക്കിയ തന്നെ വേണം. അവൻ്റെ കുടുംബത്തിൻ്റെ മൊത്തം സ്വത്തുകളും കണ്ടുകെട്ടണം. അതറിയാം, അതിന് ഉത്തരവാദികൾ അവൻ്റെ കുടുംബക്കാരാണ്. അവന് ജന്മം കൊടുത്ത അച്ഛനും അമ്മയും ഒക്കെയാണ് അതിൻ്റെ ഉത്തരവാദികൾ. അവൻ്റെ ഭാര്യയാണ്. അവരെന്തുകൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കുന്നില്ല? നിങ്ങളെ കാണിക്കുക തെറ്റാണ്. നിങ്ങൾ കൊണ്ടുവരുന്ന പണം ഞങ്ങൾക്ക് വേണ്ട. നിങ്ങൾ ഈ പണം എന്ത് ജോലിയാണ് കൊണ്ടുവരുന്നത്? നിങ്ങൾ രാജ്യം ഭരിക്കുന്ന ആളിനെ കുറ്റപ്പെടുത്തി ഇങ്ങനെ പോകുന്ന ഒരു ശരിയായ നടപടിയല്ല. അയാൾക്കുള്ള കുട്ടികൾ ആ വഴിയല്ലേ കണ്ടുപിടിക്കുന്നത്? എന്തുകൊണ്ട് ഇവിടെ കർശനമായ നിയമം കൊണ്ടുവരുന്നില്ല? രാഷ്ട്രീയം നല്ലതാണ്, രാഷ്ട്രീയം നല്ലത് തന്നെയാണ്. രാഷ്ട്രീയം ഒരിക്കലും മോശമെന്ന് ഞാൻ പറയുന്നില്ല. രാഷ്ട്രീയം നല്ലതാണ്. ആ രാഷ്ട്രീയത്തിനുണ്ടൊരു ക്ലാസിക്കല്, ഒരു ശൈലിയുണ്ട്, ഒരു ബഹുമാനമുണ്ട്, ഒരു ഗുരുത്വമുണ്ട്. ഗുരുക്കന്മാരെ അടിച്ചും അവരുടെ മുന്നിൽ അവരുടെ മുണ്ടുരിഞ്ഞെടുക്കുന്നതൊന്നും അല്ല ആണത്തോ അന്തസ്സോ ഒന്നും. അതറിയോ? അവരെ മണിക്കൂറുകളോ അവരെ ജലപാനം നടത്താതെ അവരുടെ മറ്റ് ആവശ്യങ്ങൾക്ക് നിർവഹിക്കാൻ വിടാതെ അവരെ പൂട്ടിയിട്ട് അവരെ പ്രതിസന്ധിയിലാക്കുന്നതല്ല. എൻ്റെ എനർജി എൻ്റെ രാജ്യത്തിൽ നിന്ന് കിട്ടിയ എനർജിയാണ്. അതറിയാം. അതുകൊണ്ട് ഞാൻ പറയുന്ന രാജ്യത്തിനോട് ഞാൻ പറയാണ്, നിങ്ങളുടെ ഒക്കെ പ്രവൃത്തിയുടെ ഫലമാണ് ഇന്ന് ഈ രാജ്യം ഇത്രയും ഉത്തമമായി നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാവുന്നവർക്കറിയാം. അതുകൊണ്ട് ഈ ഊളകളെ, ഈ മോശമായി രാജ്യത്തിന് വേണ്ടി എതിരെ നിന്ന് പ്രവർത്തിക്കുക, അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്നവരെ തെമ്മാടിത്തരം പറയുന്നവരെ നിങ്ങൾ ഇനി നോട്ട് ചെയ്യുക. അവർക്ക് വേണ്ട തക്ക ശിക്ഷ നിങ്ങൾ കൊടുത്തിരിക്കണം. ഇത് ഞങ്ങളെപ്പോലുള്ളവരുടെ കൂടെ ഒരു അപേക്ഷയും അഭ്യർത്ഥനയാണ്.